സംഘപരിവാറുമായി ബന്ധപ്പെട്ട് അതായത് സംഘപരിവാറിനെ തൊട്ടാൽ അതൊരു അശുദ്ധിയാണ് എന്നുള്ള രീതിയിലുള്ള, അതായത് ആര് സംഘപരിവാറിൻ്റെ പരിപാടിക്ക് വന്നാലും, ഇപ്പോൾ ഏത് പരിപാടിയിൽ പങ്കെടുത്താലും, അതിപ്പോൾ VC ആയിക്കോട്ടെ, അങ്ങനെ ഒരു വലിയ പ്രചാരവേല, അയ്യോ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്തു വിവാദം എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ബാലഗോകുലത്തിൻ്റെ പരിപാടിയിൽ ഇന്നലെ VC പങ്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അത് വിവാദമാകുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചാരണം. അപ്പോൾ ഇതൊരു പൊതുവായിട്ടുള്ളൊരു പ്രചാരണം ഈ കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഇപ്പോൾ നോക്കൂ, ഇനി ഇത്തരം പ്രചരണങ്ങൾക്ക് പതുക്കെ അതിൻ്റെ ഗ്യാസ് പോവും. കാരണം ഇവർ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുന്നതിൻ്റെ വെപ്രാളമാണ് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. RSS, സംഘപരിവാർ, ഹിന്ദുത്വ പ്രസ്ഥാനങ്ങൾ തൊട്ടുകൂടാത്തവരാണ്, തീണ്ടിക്കൂടാത്തവരാണ് എന്ന ഒരു നരേറ്റീവ് ഇവർ പൊതുബോധമണ്ഡലത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് RSSൻ്റെ വേദിയിൽ പോകാൻ പാടില്ല, വേദിയിൽ പോയാൽ അവൻ തൊട്ടുകൂടാത്തവനാണ്, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ നമ്മൾ VD സതീശനടക്കം അല്ലെങ്കിൽ KNA ഖാദർ അടക്കമുള്ള RSSൻ്റെ വേദിയിൽ പോയി എന്നാണ്. വേദിയിൽ പോവുക, അവരുമായി വേദി പങ്കിടുക, ഇങ്ങനെ ഒരു തൊട്ടുകൂടായ്മ സൃഷ്ടിച്ച് RSSനെയോ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെയോ പാർശ്വവൽക്കരിക്കാം എന്നാണ് ഇവർ കരുതുന്നത്. പക്ഷേ ഇതൊന്നും ഏറെക്കാലം നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. കാരണം ഇന്ത്യ ഭരിക്കുന്നത് RSSകാരായിട്ടുള്ള ആളുകളാണ്. RSS അല്ല ഇന്ത്യ ഭരിക്കുന്നത്, RSSകാരായിട്ടുള്ള ആൾക്കാരാണ് ഇന്ത്യയുടെ ഭരണം നിർവഹിക്കുന്ന എല്ലാ മേഖലയിലുള്ളത്. അത് ഇന്ത്യൻ പ്രസിഡൻ്റ് ആയാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയാലും, നമ്മുടെ രാജ്യത്തെ 10-22 മുഖ്യമന്ത്രിമാരായാലും ഒക്കെ എല്ലാ മേഖലയിലും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട്, RSSനെ മാറ്റി നിർത്തിക്കൊണ്ട്, ഇവിടുത്തെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒക്കെ ഈ തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് സാധ്യമല്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇവർ ഈ നിലപാടെടുക്കണേ എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ചതാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ. അതായത് കേരളത്തിൽ ഇവിടെ 10-30% വരുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സംഘടിതമാണ് എന്നും, ആ വിഭാഗത്തെ പ്രീണിപ്പിക്കണമെങ്കിൽ, സന്തോഷിപ്പിക്കണമെങ്കിൽ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ അടിക്കണമെന്നും, അവർക്കെതിരായിട്ടുള്ള പ്രചരണം ശക്തമായിട്ട് ആര് നടത്തുന്നോ അവരോടൊപ്പമാണ് ഈ സംഘടിത വോട്ട് നിൽക്കുക എന്നും ഉള്ള ഒരു ധാരണ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പ്രസ്താവന നടത്തുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് എതിരായിട്ട് ഇപ്പോൾ മുൻപ് CPM വരും, ഇപ്പോൾ CPM അടക്കം വിലയിരുത്തുന്നത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന തെറ്റായിപ്പോയി എന്നാണ്. എന്തുകൊണ്ടാണ് തെറ്റായിപ്പോയി എന്ന് പറയുന്നത്? അത് മുസ്ലിം വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല. UDF ആയാലും LDF ആയാലും മുസ്ലിം വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സംഘടിതമായ ആ വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്. ആ നിലപാടിന് ഇനി ഏറെക്കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മുസ്ലിം സമുദായത്തിനുള്ളിൽ ഒരു പുനർചിന്തനം ഇനി നടക്കാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ നോക്കുമ്പോൾ ആസാമായാലും ബംഗാളായാലും ഒക്കെ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വലിയ തോതിൽ വിജയം വരിക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. യാഥാർത്ഥ്യം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങൾക്കിടയിലും ഞങ്ങളെ പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ് ഈ രാഷ്ട്രീയക്കാർ എന്നുള്ള ബോധ്യം അവർക്ക് ഇനി വരും കാലങ്ങളിൽ ഉണ്ടാവാതെ നിവൃത്തിയില്ല. അതങ്ങ് ഒട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് ഇനി ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഈ ഒരു നരേറ്റീവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത കുറവാണ്. നിയമവിരുദ്ധമായ ഒരു കാര്യവും ഒരു VCയും ചെയ്തിട്ടില്ല, ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് കേരളത്തിലെ ഈ ഒരു നരേറ്റീവിന് ഏറെ ആയുസ്സുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.